ദൈവസന്നിധിയിൽ വന്നാലൊരു ഗുണം എന്താണെന്നറിയാമോ? ഒന്ന് ശ്രദ്ധിക്കണേ പ്രിയരെ. യേശു ഈ ഭൂമിയിലായിരിക്കാൻ നേരത്ത് മർക്കോസ് 8 കിടപ്പുണ്ട്. യേശുവിന്റെ മുമ്പിൽ ഒത്തിരി ജനക്കൂട്ടവും ആൾക്കാരൊക്കെ വന്ന് നിൽക്കുക. യേശു പെട്ടെന്ന് ശിഷ്യന്മാരെ വിളിച്ചിട്ട് യേശു പറഞ്ഞൊരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം. ഈ ജനം എന്റെ കൂടെ 3 നാളായി പാർക്കുക. എത്ര ദിവസമായിട്ട് പാർക്കുക? 3 നാളായിട്ട് പാർക്കുക. എനിക്ക് ഇവരെ കണ്ട് മനസ്സിലിന്, കാരണം ഇവർക്ക് ഭക്ഷിപ്പാൻ ഒന്നുമില്ല. 3 ദിവസമായി ദൈവസന്നിധിയിൽ ഇരുന്നവനെ ദൈവം നന്നായി അറിയുന്നു. ശിഷ്യന്മാർക്ക് പോലും അത് മനസ്സിലായില്ല. കർത്താവ് വിളിച്ചിട്ട് പറയാണ്, ഇവർക്ക് വിശക്കുന്നുണ്ട്, ആഹാരമില്ല. എന്നിട്ട് യേശു പറഞ്ഞ അടുത്ത വാക്ക്, ഞാൻ ഇവരെ വെറുതെ അയക്കാൻ പറ്റത്തില്ല. ഇവർ വഴി തളർന്നു പോകും. ചിലര് ദൂരത്തുനിന്ന് വന്നതാണ്. ഇതിന് 2 കാര്യമുണ്ട്. ഒന്ന്, യേശുവിന് നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയെ അറിയാം. നാളത്തെ യാത്ര നിനക്ക് എന്തു പറ്റുന്നു അറിയാം. ഇപ്പം നിനക്ക് ആഹാരമില്ലാതിരിക്കുകയാണ്. ഇപ്പൊ നിന്നെ വെറുതെ വിട്ട നാളത്തെ യാത്രയിൽ നീ തളർന്നു വീഴും. ഇന്ന് പകൽ ചിലതിനോട് ദൂത് പറയാ, എന്റെ അപ്പന്റെ സന്നദ്ധി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഇന്നുകൾ മാത്രമല്ല നിന്റെ നാളുകളും അറിയുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ ഇന്നൊരു ദൂത് പറയാൻ പോവുക. ഈ 11ാം മാസത്തിന്റെ അവസാനത്തെ ഞായറാഴ്ച ദൂത് പറയുക. ആണ്ട് തീരുവാൻ ചുരുങ്ങിയ ദിവസങ്ങൾ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ വരാൻ പോകുന്ന മാസങ്ങൾ, ഈ വരാൻ പോകുന്ന വർഷങ്ങൾ നിന്റെ ജീവിത ആത്മീയ ഭൗതിക യാത്രയിൽ നീ തളർന്നു വീഴാതിരിക്കാൻ തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുന്നു എന്ന് ദൈവാത്മാവ് ആലോചന പറയുകയാണ്. നീ ദൈവസന്നിധിയിൽ ഇരിക്കുന്നത് വെറുതാവല്ല, നീ ആരാധിക്കുന്നത് വെറുതാവല്ല, നീ പ്രാർത്ഥിക്കുന്നത് വെറുതാവല്ല. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് മനസ്സിലായോ വെളിപ്പാട്? നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ പോവുക. യേശു പറഞ്ഞു ഇവർക്ക് ആഹാരം ഇടുന്നു. അപ്പൊ ശിഷ്യന്മാർ ഒരു കാര്യം പറഞ്ഞു, ഇത് നിർജ്ജനമാ, മരുഭൂമിയാ, എവിടുന്ന് ഇത്രയും പേർക്ക്? ആയിരങ്ങളുണ്ട്. ബൈബിൾ പറഞ്ഞൊരു 4000 പേർ ആൾക്കാർ നിൽക്കുക. ഇവർക്ക് എവിടുന്ന് ആഹാരം കൊടുക്കും? ദൈവസന്നിധി നമ്മൾ വരുമ്പോ നമ്മുടെ ചുറ്റും നോക്കുമ്പോൾ നമുക്ക് മരുഭൂമിയാ. യേശു പറഞ്ഞ ആഹാരം കൊടുക്കും. ശിഷ്യന്മാർ നടക്കില്ല, ഈ മരുഭൂമി നടക്കില്ല. കാരണം ഇവ എവിടുന്ന് ഇത്രയും പേർക്ക് ആഹാരം കൊടുക്കും? പക്ഷെ ഒരു ദൂതുണ്ട്, കർത്താവിന്റെ സന്നിധിയിലാ നീ നിൽക്കുന്നെങ്കിൽ, ദൈവസന്നിധിയിലാ തുടരുന്നെങ്കിൽ, നിന്റെ കണ്ണിന് ചുറ്റും മരുഭൂമി കണ്ടാലോ, നിന്നെ അറിയുന്ന എന്റെ യേശു അപ്പച്ചൻ നിനക്ക് വേണ്ടി കരുതലിനെ വെളിപ്പെടുത്തൂ. ഇന്ന് പകൽ ഇവിടെ വന്ന് ആരാധിക്കാൻ നിൽക്കുമ്പോൾ ചിലരോട് ശക്തമായി പറയാം, നീ ഇന്ന് പകൽ ദൈവസന്നിധി വന്ന് നിൽക്കുമ്പോഴോ തിരിഞ്ഞു നോക്കുമ്പോ നിനക്ക് മരുഭൂമിയാ. പക്ഷെ എന്റെ കർത്താവ് നിന്റെ ഇന്നലകൾ മാത്രമല്ല, ഇന്നുകൾ മാത്രമല്ല, നിന്റെ നാളെയും അറിയാതെ ദൈവമാ. നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസന്നിധി നിൽക്കുന്നവൻ വീഴാൻ. എത്ര നാൾ പഴക്കമാണെങ്കിലോ, എത്ര ദൂരം നിനക്ക് മുന്നോട്ട് പോകാനുണ്ടെങ്കിലോ, നിന്നെ അറിയുന്ന കർത്താവ്. ഗ്യാരണ്ടി പറയാം. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാ. യേശുവിന്റെ അപ്പന്റെ സന്നദ്ധിയിലാണ് നിങ്ങൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ആരോടൊക്കെ ശക്തമായി പറയണം, ഒത്തിരി ഭാരത്തോടെ വേദനയോടെ വന്നിരിക്കുന്നത്. ഒരു ദൂത് പറയാം, നീ തളർന്നു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. നിന്റെ വഴിയാത്ര നീ വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവസന്നിധിയിലായിരിക്കുന്ന കർത്താവിന്റെ പാദപീഠത്തിൽ വന്ന പൈതലേ, എന്നിട്ട് യേശു പറഞ്ഞ നിങ്ങളുടെ കയ്യിൽ എന്താ ഉള്ളേ? ശിഷ്യന്മാര് പറയും, എണ്ണിപ്പറക്കി ഒരു 7 അപ്പം, കുറച്ച് മീനും, ഫ്യൂ ഫിഷ്, ഒരു 7 അപ്പം കാണും. ഈ കൊണ്ടുവരാൻ പറഞ്ഞ ആ ഉള്ള 7 അനുഗ്രഹിച്ച് ആയിരങ്ങൾ തിന്ന് തൃപ്തരായി അനേക കൊട്ടകൾ നിറച്ചെടുക്കത്തക്കവണ്ണം എന്റെ ദൈവത്തിന്റെ കരുതൽ വെളിപ്പെട്ടു. എല്ലാ കണ്ണുകളും മുടച്ചേ. ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഭാരത്തോടെ വേദനയോടെ കടന്നു വന്നവർ, കരമുയർത്താൻ പറ്റുന്നവർ കരങ്ങൾ ഉയർത്തി, അല്ലെങ്കിൽ കരങ്ങൾ മലർത്തി, എങ്ങനെയാണെങ്കിലും ദൈവസന്നിധിയോട് പ്രതികരിച്ച് അങ്ങേയറ്റം പ്രതിക്കുന്ന കുഞ്ഞുകുട്ടി ആബാലവൃത ജനങ്ങളും എല്ലാവരും കണ്ണുകൾ അടച്ചൊന്ന് പ്രാർത്ഥിച്ചേ. യേശുവേ എന്ന് വിളിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. എന്റെ ദൈവം മനസ്സിലെയുന്ന ദൈവമാ. നിന്നെ ദൈവം കൈവിടത്തില്ല. രോഗമാണോ,
നാളെ കുറിച്ചുള്ള വിവാദിയാണോ, ഏത് വിഷയമായിക്കോട്ടെ, യെസ് 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 യെസ്, നീ തളർന്നു വീഴാതിരിപ്പാൻ ചില കുരുക്കുകളെ അഴിച്ച് ദൈവത്തിനെ പുറത്തു കൊണ്ടുവരിക. പ്രാർത്ഥിച്ചു, നിന്റെ ഭാവിക്ക് ഓപ്പൺ ആകട്ടെ, നന്മകൾ ഓപ്പൺ ആകട്ടെ, കുടുംബത്തിൽ ഓപ്പൺ ആകട്ടെ, ഞെരുക്കങ്ങൾ വിശാലമായി മാറട്ടെ, പരാജയങ്ങൾ ജയമാകട്ടെ.